ഇനിയിപ്പോൾ 5 രൂപയാണെങ്കിൽ 5 ഒറ്റ രൂപ വെച്ചൊരു ചെറിയ കിഴി മാതിരി കെട്ടി അങ്ങനെയാണ് ഈ വിഷുക്കൈനീട്ടം കൊടുക്കുന്നത് എല്ലാവർക്കും. പിന്നെ നമ്മൾ ചക്കയും മാങ്ങയും ഉള്ള നാട്ടിലല്ലേ ജീവിക്കുന്നത്. ചക്ക, മാങ്ങ, തേങ്ങ ഇതൊക്കെ ഉള്ള നാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് കിട്ടാത്ത സാധനങ്ങൾക്ക് വേണ്ടി പോകുന്നത്? അമ്മാവിൻ്റെ കയ്യിൽ നിന്ന് വിഷുക്കൈനീട്ടം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമാണ്. വിശേഷ ദിവസങ്ങളിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നിലും ചേർക്കില്ല. നമ്മൾ ഇന്നിപ്പോൾ മലയാളം എഴുതാനും വായിക്കാനും എത്ര കുട്ടികൾക്ക് അറിയാം? എത്രയോ കുട്ടികൾ വായിക്കാനും അറിഞ്ഞുകൂടാ, എഴുതാനും അറിഞ്ഞുകൂടാ. മാങ്ങയും ചക്കയും ഇതാ ഇന്നലെ ചക്കമടലോ പുളിങ്കറി, അതിൻ്റെയൊക്കെ ഒരു സ്വാദ്, ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് പുളിങ്കറി, അതൊക്കെ വളരെ സ്വാദുള്ള കാര്യങ്ങളാണ്. സായിപ്പൊക്കെ വരികയാണെങ്കിൽ നമ്മളിതൊക്കെ ഉണ്ടാക്കി, ഇല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് വരികയാണെങ്കിൽ ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ആൾക്ക് കുറച്ച് പുച്ഛമാണ്. അപ്പോൾ ഈ ക്യാബേജ് വേവുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ എല്ലാവരും മൂക്കൊക്കെ പിടിച്ച് അയ്യോ ഇതെന്തോന്ന് ഈ നാറ്റമുള്ള സാധനം എന്ന് പറഞ്ഞ് ഇപ്പം ക്യാബേജ് തോരൻ ഇല്ലാത്ത ഒരു സ്ഥലമില്ല. ഇപ്പോൾ ദോശയൊക്കെ ഞങ്ങൾ ചുറ്റിനും ഇങ്ങനെ ഇരിക്കും. അപ്പം ഒരു സ്റ്റോവ് വെച്ച് ദോശ ചൂടും, ചുടുചൂടാ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കും. നമ്മൾ ഇങ്ങനെ വയലുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. നല്ല പച്ചയായിട്ടുള്ള ഒരു ഭൂമിയാണ് കേരളം എന്ന് പറഞ്ഞാൽ, മുഴുവൻ പച്ചയാണ്. നമസ്കാരം. താങ്ക് യു. ഇന്നത്തെ വിഷു പ്രിൻസസിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. ഈ വിഷു ആശംസകൾ പ്രിൻസസിന് നേരുന്നു. അതോടൊപ്പം തന്നെ പ്രിൻസസിൻ്റെ വിഷു ആഘോഷങ്ങളും ഒക്കെ കൂടെ എല്ലാവർക്കും ഒരു നല്ല വിഷു ഉണ്ടാകട്ടെ. എല്ലാ വർഷവും ഒരു വിഷു എന്നൊക്കെ പറയുമ്പോൾ ഒരു പുതിയ തുടക്കമല്ലേ. അതെ, നന്മ ഉണ്ടാകട്ടെ നമ്മുടെ നാട്ടിന് എന്ന് പ്രാർത്ഥിക്കാം. പ്രിൻസസ്, നാളെയാണ് വിഷു. ഇവിടെ എന്തൊക്കെയാണ് വിഷുവിൻ്റെ ഒരുക്കങ്ങൾ? നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഒരുക്കം, വിഷുവിന് കണി തലേദിവസം രാത്രിയിൽ ഒരുക്കി വയ്ക്കും. ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ കണ്ണ് പൊത്തി എടുത്തുകൊണ്ട് പോവും, പിന്നെ കൈ പിടിച്ചുകൊണ്ട് പോവും. എന്നിട്ട് ആ വിളക്കെല്ലാം കത്തിച്ച് ഭഗവാന്റെ മുമ്പിൽ കണ്ണ് തുറന്ന് വിഷുക്കണി കാണുക, അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെ എടുത്തുകൊണ്ട് പോകാനും കണ്ണ് പൊത്തി പിടിച്ചുകൊണ്ട് പോകാനുള്ള കുട്ടികളൊന്നുമില്ല. കുട്ടികളൊക്കെ വലുതായി. എന്നാലും കാലത്തെ വിളക്ക് വെച്ച് കണി ഒരുക്കി, അത് ട്രഡീഷണൽ കണി, കൊത്തോടെ കൊലയോടെ മാങ്ങ വെച്ചു, നൽത്തളിർ വെറ്റില വേറെ വെച്ചു. അങ്ങനെ ആ കണി വെള്ളരിക്ക, പൊൻപഴുക്ക ഇതൊക്കെ വെച്ച്. പൊൻപഴുക്ക എന്ന് പറയുമ്പോൾ പൊൻപഴുക്ക പാക്ക്, നല്ല മഞ്ഞ നിറത്തിലുള്ള പാക്ക്, വെറ്റില പാക്ക്, ഒരു ചെറിയ വെള്ളി, ഒരു ചെറിയ സ്വർണം, അത് ഭഗവാന്റെ കഴുത്തിലൊരു ചെറിയ ചെയിൻ അതുണ്ട്, ഒരു ചെറിയ വെള്ളവിളക്ക്. അങ്ങനെ കണി തലേദിവസം ഒരുക്കി വയ്ക്കും. കാലത്തെ ആരാണ് ആദ്യം എണീച്ച് കുളിച്ച് റെഡിയാവുന്നതെന്ന് വെച്ചാൽ അവർ വിളക്ക് കത്തിക്കും. പിന്നെ ബാക്കി എല്ലാവരും വന്ന് തൊഴുതിട്ട് ക്ഷേത്രത്തിൽ ഏത് നല്ല കാര്യങ്ങൾ വരികയാണെങ്കിലും പത്മനാഭനെ ദർശനം കഴിഞ്ഞ് അവിടെ ചെന്ന് ദർശനം കഴിഞ്ഞ് വന്ന്, പിന്നെ പണ്ട് അമ്മാവിൻ്റെ കാലത്തൊക്കെ ആയിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നു വിഷുക്കൈനീട്ടം വാങ്ങിക്കാൻ. ഇപ്പം അങ്ങനെ ആരെങ്കിലും വരാറുണ്ടോ? ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അത്യാവശ്യം സ്റ്റാഫ്, നമ്മുടെ ഇവിടെയുള്ള ബന്ധുക്കൾ, ഇത്രയേ ഉള്ളൂ. പ്രിൻസസ്, പിന്നെ അതുപോലെ നമ്മുടെ വിഷു സ്പെഷ്യൽ ഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം? ഒന്നുമില്ല. നമ്മുടെ സാധാരണ സദ്യ, മലയാള സദ്യ, അത് നമുക്ക് പണ്ടും ഇന്നും ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും ഒരു പിറന്നാളിനാണെങ്കിലും 4 കറി എന്ന് പറഞ്ഞ്, പിന്നെ ഇപ്പോൾ എല്ലാവർക്കും സാമ്പാർ വേണം. അപ്പോൾ ഒരു 4 കറി എന്ന് പറയുമ്പോൾ കാളൻ, എരിശ്ശേരി, ഓലൻ, മെഴുക്കുവരട്ടി, പിന്നെ എല്ലാത്തിൻ്റെ കൂടെയും ഇഞ്ചിക്കറി. ഇതാണ് സ്ഥിരമായി. അതാണ് 1000 കറിയുടെ സ്ഥാനത്ത് വരുന്ന ഇഞ്ചിക്കറി. ഇതാണ് സ്ഥിരം. പിന്നെ ഇപ്പോൾ പരിഷ്കാരം വന്ന് സാമ്പാർ, പപ്പടം, ഉപ്പേരി അതൊക്കെ വന്നു. അമ്പലത്തിൽ നിന്ന് പാൽപ്പായസം വരും, അത് കഴിക്കും. ഇതാണ് ഒരു സാധാരണ സദ്യ. ഇതാണ് സാധാരണ സദ്യ. ഒരു സ്പെഷ്യൽ തിങ് ടു മെൻഷൻ ഇസ്, ഇതിലൊന്നും ഉള്ളിയും വെളുത്തുള്ളിയില്ല. വിശേഷ ദിവസങ്ങളിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നിലും ചേർക്കില്ല. പിന്നെ നമ്മൾ വെജിറ്റേറിയൻ ഹൗസ് ഹോൾഡ് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ആരെങ്കിലും വരികയാണെങ്കിൽ, യാദൃശ്ചികമായിട്ടാണെങ്കിലും വന്നു എന്നിരിക്കട്ടെ, വരികയാണെങ്കിൽ അവർക്ക് നമ്മുടെ വലിയ രൂപ 10 രൂപ കൊടുക്കും. പണ്ട് വിഷുപ്പണം എന്ന് പറഞ്ഞുണ്ടായിരുന്നു.
ചെറുതായിട്ട് ഗോൾഡിലടിച്ചത്, വെള്ളിയിലടിച്ചത്, വിഷുപ്പണമുണ്ട്. അതുള്ളവരൊക്കെ ഇപ്പോൾ വളരെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആരോ ചോദിച്ചു, നിങ്ങൾക്ക് ഇനി അടിച്ചുകൂടെ? എന്തിന്? ഇന്നിപ്പോൾ സ്വർണത്തിൻ്റെ വില അതിപ്പം നോക്കുകയാണെങ്കിൽ ഒന്നും ആലോചിക്കാൻ തന്നെ വയ്യ. സ്റ്റീലിൽ ചിലരടിച്ചിട്ടുണ്ട്, നമുക്ക് കൊണ്ടു തന്നു. സ്റ്റീലിൽ വിഷു കോയിൻസ് അടിച്ച ഭഗവാന്റെ പടവും ആയിട്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു സെറ്റുകാർ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ അതാവുമ്പം നമ്മൾ ചിലവാക്കില്ല, എപ്പോഴും വെച്ച് സൂക്ഷിക്കുന്നു. അതിൻ്റെ പ്രത്യേകത വല്ലതും ഉണ്ടോ വിഷുപ്പണത്തിന്? പണ്ടത്തേതിനോ? പണ്ടത്തേത് ചെറുതായിട്ട്, 1 രൂപയുടെ അത്രയും വലിപ്പമില്ല, ചെറുതായിട്ട് ഈ കാശ് എന്ന് പറയുന്നത്. അതിന് സിമ്പിൾ വല്ലതും ഉണ്ടോ? അതിൽ ശംഖുമുദ്ര ഉണ്ട്. ശംഖുമുദ്ര. അപ്പോൾ ഇതാണ് ഒരു സാധാരണ വീട്ടിലുള്ളത് പോലെ തന്നെ ഉള്ളത്? അതുപോലെ ഉള്ളൂ. എനിക്കൊന്ന് സാധാരണ വീട്ടിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ഉണ്ടായിരിക്കും തോന്നുന്നു, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ. കാരണം 2 കൂട്ടം പായസമൊക്കെ വയ്ക്കുന്നത്. അല്ല, അത് പായസം എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാന്റെ പാൽപ്പായസം വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഓണത്തിന് 4 കൂട്ടം പായസം, അതൊക്കെ പണ്ട് തന്നെ കുറച്ചു. എന്നുവെച്ചാൽ വെറുതെ ഇത് വേസ്റ്റ് ആക്കുന്ന എന്തിന്? അപ്പോൾ ഒരു കറുത്ത പായസം, ഒരു വെളുത്ത പായസം ഭഗവാന്റെ പാൽപ്പായസം വരും. പിന്നെ ഒരു കറുത്ത പായസം. അത് കൂടുതലും നമുക്ക് സ്റ്റാഫൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നവർക്ക് അവർക്കത് മോശമാണ്, ഒന്നും കൊടുത്തില്ലെങ്കിൽ. പ്രിൻസസ്, ഈ വിഷു അല്ലേ, ഇപ്പോൾ വിഷു ആകുമ്പം പ്രിൻസസിന് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ മലയാളികളോട് പറയാനായിട്ടുള്ളത്? മലയാളികളോട് എപ്പോഴും ഒന്നേ പറയാനുള്ളൂ. അത് വിഷു ആകുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഹെറിറ്റേജ്, നമ്മുടെ അടിത്തറ, നമ്മുടെ എസെൻഷ്യലി മലയാളിനെസ് എന്ന് പറയൂലേ, അതെന്നും നമ്മൾ ഓർക്കണം, നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മൾ മലയാളികളാണ്, നമ്മൾ എവിടെ പോയാലും നമ്മൾ മലയാളിയാണ്. അപ്പോൾ ആ ഒരു ധാരണയും, നമ്മൾ എവിടുന്ന് വന്നു, നമ്മുടെ പൂർവികന്മാരെ പറ്റി, നമ്മുടെ നാടിൻ്റെ പണ്ടത്തെ കാലങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മളൊന്ന് ഓർക്കണം. ഇന്നിപ്പം ഇവിടുന്ന് പട്ടത്തുനിന്ന് കവടിയാറിൽ വരുന്ന വഴിക്ക് പണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇടത്തുവശം മുഴുവനും വയലായിരുന്നു. എനിക്കത് ഓർമ്മയുണ്ട്, വയൽ കാണുന്നത്. ആ കുറവങ്കോണം ഭാഗത്തൊക്കെ വയലുകളുണ്ടായിരുന്നു. ഇപ്പോൾ വയലിന് പകരം കോൺക്രീറ്റ് സൗധങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ അതേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇങ്ങനെ വയലുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. നല്ല പച്ചയായിട്ടുള്ള ഒരു ഭൂമിയാണ് കേരളം എന്ന് പറഞ്ഞാൽ, മുഴുവൻ പച്ചയാണ്. പ്ലെയിനിലൊക്കെ വരുമ്പോഴേ താഴോട്ട് നോക്കുകയാണെങ്കിൽ കെട്ടിടങ്ങളൊക്കെ ചെറുതായിട്ടിങ്ങനെ ഈ തെങ്ങിൻ്റെ ഇടയിൽ കാണാമെന്നുള്ളതല്ലാതെ ഇന്നിപ്പോൾ അത് വളരെ വേഗം മാറി വരുന്നു. ഈ ചൂട് ഇത്രയും വരുന്നത് തന്നെ ഈ കോൺക്രീറ്റ് ഇങ്ങനെ വരുന്നതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ മലയാളികളാണ്. നമ്മൾ ഇന്നിപ്പോൾ മലയാളം എഴുതാനും വായിക്കാനും എത്ര കുട്ടികൾക്കറിയാം? എത്രയോ കുട്ടികൾ വായിക്കാനും അറിഞ്ഞുകൂടാ, എഴുതാനും അറിഞ്ഞുകൂടാ. സംസാരിക്കുന്നത് തന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ സംസാരിക്കില്ല. ഗൾഫിൽ പോകുന്ന കുട്ടികളൊക്കെ സംസാരിക്കും, പക്ഷേ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പോകുന്ന കുട്ടികൾ മലയാളം പറയില്ല. അതൊക്കെ നമുക്ക് വലിയ സങ്കടമാണ്. ബിക്കോസ് യു മസ്റ്റ് ബി പ്രൗഡ് ഓഫ് യുവർ ഹെറിറ്റേജ്. ഞാനാക്കിയത് ആരാണ്? നമ്മുടെ ഈ നാടാണ്, നമ്മുടെ ഈ മണ്ണാണ്. അതിൽ ജനിച്ച് വീണ് അതിൽ വളർന്ന അതിനോടൊരു മമത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ പറയും, നിങ്ങൾ എവിടെ പോയാലും തിരിച്ചു വന്ന് വല്ലതും ഒരു ഗിവ് ബാക്ക് ടൈം. നമുക്കൊരുപാട് കിട്ടി ഈ മണ്ണിൽ നിന്ന്, നമുക്ക് തിരിച്ച് വല്ലതും കൊടുക്കണ്ടേ? ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ അവർ വിചാരിക്കും അമ്മമാർ വല്ലതൊക്കെ ഇരുന്ന് പറയുന്നു വയസ്സായിട്ട്, അവർക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വിചാരിക്കുന്നവരും കാണും. നമുക്ക് വേറെ അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് പല മാതിരത്തെ ആൾക്കാരുമായിട്ട് ഇടപെട്ട് അതിൻ്റെ അറിവ് വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. പ്രിൻസസ്, ഈ വിഷുവിൻ്റെ സമയത്ത് എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വലിയ ആളുകളെ, അമ്മാവനെ അമ്മയൊക്കെ, അമ്മാവൻ്റെ കയ്യിൽ നിന്ന് വിഷുക്കൈ നീട്ടം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പ്രായം കൂടി, ഇന്നിപ്പം നമ്മളാ പ്രായം കൂടിയ ആൾ, നമുക്ക് വിഷുക്കൈ നീട്ടം തരാൻ ആരുമില്ല. എല്ലാവരും താഴോട്ടുള്ളവരില്ലേ. അപ്പോൾ അങ്ങനെ ഓൺലി മൈ ഹസ്ബൻഡ് ഇസ് ഹിയർ ഹൂസ് ഓൾഡർ ദൻ മീ. ബാക്കി എല്ലാവരും പ്രായം കുറഞ്ഞവരാണ്. അപ്പം നമുക്ക് ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അത്ര ഒരു സുഖമില്ല. പിന്നെ പണ്ടും അതെ, നമ്മൾ കൈ നീട്ടിയിരിക്കുന്നത് കൊടുക്കാനാണ്, വാങ്ങിക്കാൻ അങ്ങനെ നീട്ടിയിട്ടില്ല. ഭഗവാന്റെ അടുത്ത് മാത്രമേ നീട്ടിയിട്ടുള്ളൂ. അപ്പോൾ കൊടുക്കുന്നത് എപ്പോഴും ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഏതെങ്കിലും കുട്ടികൾ വന്നു, ചിലപ്പോൾ പറയും തമ്പുരാട്ടിയുടെ ഒരു വിഷുക്കൈ നീട്ടം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്, അതില്ലെന്ന് പറയാൻ ഒക്കില്ല.
എന്നാലും ഈ വിഷു ഓണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും മറുനാടുകളിലാണ് കൂടുതൽ ശ്രദ്ധയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഉപ്പേരി വറക്കുന്നതും മാങ്ങയും നാരങ്ങയും ഉപ്പിലിടുന്നതും അതൊക്കെ വെളിയിലാണ് നമ്മളിപ്പം മേടിക്കുക അല്ലേ, പീടികയിൽ നിന്ന് മേടിക്കുകയല്ലേ. പായസം വരെ മേടിക്കുന്നു ആൾക്കാർ. പ്രിൻസസ് ഈ കൊട്ടാരത്തിൽ ഉണ്ടാക്കുന്ന കുറേ ഡിഷസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നേരത്തെ നമ്മുടെ സാധാരണ ഏത് വീട്ടിൽ പോയാലും കാളൻ, ഓലൻ, മെഴുക്കുവരട്ടി, പിന്നെ ഇപ്പോൾ വന്നതാണ് ഈ സാമ്പാറൊക്കെ. പിന്നെ വന്നതില്ലേ സാമ്പാർ? പണ്ട് ഉണ്ടായിരുന്നില്ല അല്ലേ? സാമ്പാർ വളരെ പണ്ട്. എൻ്റെ അമ്മൂമ്മയൊക്കെ പറയും അന്നൊക്കെ സാമ്പാർ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രേഷനാണ്. നമ്മൾ പായസം വയ്ക്കുന്നു എന്ന് പറയില്ലേ, അതുപോലെ സാമ്പാർ വയ്ക്കുക. അന്നൊക്കെ അധികവും ഈ പുളിശ്ശേരി, ഓലൻ, കൂട്ടുകറി ഇതൊക്കെയാണ് കൂടുതൽ. പിന്നെ അന്ന് ഈ നാടൻ നിലക്കറികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഉരുളൻകിഴങ്ങ് വന്നത്. ഉരുളൻകിഴങ്ങ്, ബീൻസ് ഇതൊക്കെ കുറേശ്ശെ പ്രവേശിച്ചത്. അമ്മൂമ്മ പറയുന്ന ഓർക്കുന്നുണ്ട്, ഊട്ടി പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ ക്യാബേജ് എന്ന് പറഞ്ഞൊരു സാധനം കഴിക്കുന്നത്. അപ്പോൾ ഈ ക്യാബേജ് വേവുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ എല്ലാവരും മൂക്കൊക്കെ പിടിച്ച് അയ്യോ ഇതെന്തോന്ന് ഈ നാറ്റമുള്ള സാധനം എന്ന് പറഞ്ഞ് ഇപ്പോൾ ക്യാബേജ് തോരൻ ഇല്ലാത്ത ഒരു സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ വി ഇൻകോർപ്പറേറ്റഡ്. നമുക്കിപ്പോൾ എല്ലാം കിട്ടുമില്ലേ, സകല മലക്കറികൾ. ഇപ്പോൾ എല്ലാം വലിയ ഫാഷനായിട്ട് ബ്രോക്കോളി അതൊക്കെയാണ് വലിയ പരിഷ്കാരമായിട്ട്. ആവക്കാഡോ, എനിക്ക് ആവക്കാഡോ ഇഷ്ടമാണ്. പക്ഷേ ഇന്നാളൊരാൾ ഒരെണ്ണം കൊണ്ടു തന്നു, ഒരു കൊച്ചു മത്തങ്ങയുടെ വലിപ്പമുണ്ട്. ആവക്കാഡോ എന്ന് ശരി, മത്തങ്ങയിലൂടെ തേങ്ങയുടെ വലിപ്പം, ഇത്രയും വലിപ്പമുള്ള ഒരു ആവക്കാഡോ ഇന്ന് ഒരാളെ കൊണ്ട് നമുക്ക് തിന്നാനൊക്കില്ല. നമ്മളൊക്കെ ഈ ചെറുത് കഴിച്ചാൽ ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് നൈസ്. പല ഫ്ലേവേഴ്സ് നമ്മൾ ഡിസ്കവർ ചെയ്യുന്നു, അതിനെ നമ്മുടെ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് നമുക്ക് കുറച്ച് എരിവും ഉപ്പും പുളിയും ഒക്കെ വേണ്ടേ. സായിപ്പൻ്റെ മാതിരി വെറുതെ വേവിച്ചു കൊണ്ട് വെച്ചാൽ നമുക്കത് രുചിക്കില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് മോഡിഫൈ ചെയ്ത്. ചിത്രലാൽ മഹാരാജിന് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ആഹാരത്തിൻ്റെ കാര്യത്തിൽ. പുതിയ ഫ്ലേവേഴ്സൊക്കെ ടേസ്റ്റ്, പുതിയ ഫ്ലേവേഴ്സ്, പുതിയ അന്ന് അധികം ഈ ഇതൊന്നുമില്ലല്ലോ, ഓൺലൈനും യൂട്യൂബും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ മാഗസിൻസിൽ നിന്ന് ഈ റെസിപ്പീസ്, അന്ന് ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ ഇങ്ങനത്തെ മാസികകൾ വരും. അപ്പോൾ അതിലൊരു കോളം കാണും ഈ പാചകക്കുറിപ്പുകൾ. അതൊക്കെ അദ്ദേഹം നോക്കി നമ്മുടെ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. മഹാരാജാവ് കുക്ക് ചെയ്യുമായിരുന്നു? ഇല്ല, പക്ഷേ ഹിസ് മദർ യൂസ് ടു കുക്ക്. അമ്മൂമ്മ ഒരു അസൽ പാചകക്കാരിയായിരുന്നു. അമ്മ തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ ദോശയൊക്കെ ഞങ്ങൾ ചുറ്റിനും ഇങ്ങനെ ഇരിക്കും. അമ്മ ഒരു സ്റ്റോവ് വെച്ച് ദോശ ചൂടും, ചൂടാ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കും. പിന്നെ ഈ ചൂട് കാലത്ത് മോരൊഴിച്ച് കഞ്ഞി, തണുപ്പിക്കാൻ മോരൊഴിച്ച കഞ്ഞി, അതൊക്കെ അവിടെ ഇരുന്ന് എല്ലാവർക്കും ചിരട്ടത്തവിയിലാണ് കോരി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കും സമ്മർ വരുമ്പോഴേ. പിന്നെ മാങ്ങ, ഇപ്പോഴും അതെ, എന്നും ഒരു നേരം മാങ്ങ പിഴിഞ്ഞ് ചോറിൽ ചേർത്ത് കഴിക്കാതെ ഇല്ല. അതും ഇത്തവണ ഒരുപാട് മാങ്ങയുണ്ട്. അപ്പോൾ പ്രിൻസസ് മാങ്ങ പിഴിഞ്ഞിട്ട് ചോറിനകത്ത് ചേർത്ത് കഴിക്കും? മാങ്ങ ചോറിനകത്ത് പിഴിഞ്ഞിട്ട് കുറച്ച് മോരോ തൈരോ ചേർത്ത് 2 ഉപ്പും ഒരു പച്ചമുളകും, വേറെ ഒന്നും വേണ്ട. പിന്നെ മാങ്ങയും ചക്കയും, ഇത് ഇന്നലെ ചക്കമടലോ പുളിങ്കറി, അതിൻ്റെയൊക്കെ ഒരു സ്വാദ്. പ്രിൻസസ്, ഈ ചക്കമടൽ പുളിങ്കറി നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇത് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്? അതിൻ്റെ ആ മടൽ ചെത്തി കളഞ്ഞിട്ട് അകത്തുള്ള, അതായത് പഴുത്ത ചക്കയല്ല, ചുള വരുന്നതിന് മുമ്പേ, ചുള വരുന്നതിന് ഇടിച്ചക്കയില്ലേ, ആ പാകത്തിനെടുത്ത് പുളിങ്കറി. പിന്നെ വേറൊരു കൂട്ടാനുണ്ട് അസ്ത്രം എന്ന് പറഞ്ഞ്, അത് ഈ മാവേലിക്കര ഭാഗത്തൊക്കെ ചെട്ടുകുളങ്ങര കഞ്ഞിയും അസ്ത്രവുമാണ്. എങ്കിലും മാങ്ങയോ ചക്കയോ ഒരു നേരം ഇല്ലാത്ത ആഹാരമില്ല. ഈ ചക്കമടൽ പുളിങ്കറി, ഇതിൻ്റെ ചക്കമടലിൻ്റെ മുള്ള് കളഞ്ഞിട്ട് ആ കുറച്ച് ചവണി കൂടെ കാണും. അങ്ങനെ ചക്ക തോരനൊക്കെ എടുക്കൂല്ലേ. പിന്നെ ചക്ക കൊണ്ട് ഉപ്പിലിട്ട് ഉണ്ടാക്കും. ചക്കയുടെ മടലല്ല, ചെറുതായിട്ട് അരിഞ്ഞ്, നമ്മൾ തീയലിനൊക്കെ അരിയില്ലേ, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അത് പിക്കിൾ ചെയ്യും. നല്ല സ്വാദാണ്. പക്ഷേ ഇത് അധികം ഇരിക്കില്ല. നമ്മളതിൽ എണ്ണയോ വിനിഗറോ ഒഴിച്ചില്ലെങ്കിൽ അധികം അത് ഇരിക്കില്ല. ഫ്രിഡ്ജ് വെച്ച് ഒരു 3-4 ദിവസമേ ഇരിക്കൂ. പക്ഷേ അതൊരു വിശേഷമായ സാധനമാണ്.
സത്യത്തിൽ ആൾക്കാർക്കൊക്കെ അത്ഭുതമാണ്. രാജകീയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ചക്ക, ചക്കയുടെ മടല്. അല്ല, നമ്മൾ ചക്കയും മാങ്ങയും ഉള്ള നാട്ടിലല്ലേ ജീവിക്കുന്നത്. ചക്ക, മാങ്ങ, തേങ്ങ ഇതൊക്കെ ഉള്ള നാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് കിട്ടാത്ത സാധനങ്ങൾക്ക് വേണ്ടി പോകുന്നത്? അല്ല, ഞാനും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പം പണ്ട് നമ്മുടെ നാട്ടിൽ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി ഇത്തരത്തിലുള്ള ഫോറിൻ വെജിറ്റബിൾസ് ഒന്നും ഇല്ല. ഇല്ല. ഒന്നാമത് ഇവിടെ നോൺ വെജ് കഴിക്കില്ല, പിന്നെ ലിക്കർ ഇല്ല, അങ്ങനെ ഒരു സാധനങ്ങളൊന്നും ഇല്ല. അപ്പം ഇവിടുത്തെ രാജകീയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ആക്ച്വലി? ഇവിടെ വന്ന് നമ്മൾ നോക്കുമ്പോൾ ചക്കമടല് അല്ലെങ്കിൽ എരിശ്ശേരി, ഇതൊക്കെ ചേമ്പിൻ്റെ താള്, ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് പുളിങ്കറി, ഓ അതൊക്കെ വളരെ സ്വാദുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ പുറത്തെടുക്കുന്നത് വല്ല ഗസ്റ്റ് വരുമ്പോഴും. സായിപ്പൊക്കെ വരികയാണെങ്കിൽ നമ്മളിതൊക്കെ ഉണ്ടാക്കി. ഇല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് വരികയാണെങ്കിൽ ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ആൾക്ക് കുറച്ച് പുച്ഛമാണ്. കൊട്ടാരത്തിൽ പോയിട്ട് ഇങ്ങനെ വാഴക്കയുടെ തോട് ഇട്ടുള്ള തോരനാണ് ഞങ്ങൾക്ക് തന്നത് എന്നവർ വിചാരിക്കും. ശരിയാണ്. ഇപ്പം അതൊക്കെ വേസ്റ്റ് ആയിട്ടാണ് കാണുന്ന ആൾക്കാർ. അല്ല, പക്ഷേ ഇതൊക്കെ നമ്മുടെ മണ്ണിൽ വളരുന്നതാണ്. പിന്നെ ഓരോ കാലങ്ങളിൽ അതാത് കാലങ്ങളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ അതാണ് കഴിക്കേണ്ടത്. അപ്പോൾ അത് പ്രിസർവ് ചെയ്യുന്നില്ല, അത് ഡീപ്പ് ഫ്രീസിൽ വെക്കുന്നില്ല, അതൊന്നും ചെയ്യുന്നില്ല. നേരത്തെ ഇവിടെ ഈ കിഴങ്ങൊക്കെ വരുന്നതിന് മുമ്പ് ചേനയും ചേമ്പും അതൊക്കെയാണ്. ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ നനകിഴങ്ങ്, മധുരക്കിഴങ്ങ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. പ്രിൻസസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? എനിക്ക് നമ്മുടെ നാടൻ ഭക്ഷണം. അതിൽ എന്തെങ്കിലും കുറച്ച് മാങ്ങയും കൂടെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് വലിയ ചക്കയോടും മാങ്ങയോടും വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ ചൂടിനൊരു കോമ്പൻസേഷനാണ്. നമ്മൾ ഇത്രയും ഇങ്ങനെ ഉഷ്ണിച്ചിരിക്കുമ്പോൾ അതിന് കോമ്പൻസേഷനാണ് ഈ മാങ്ങയും ചക്കയും. ഓക്കെ. ഇപ്പം നാടൻ മാങ്ങയൊക്കെ കിട്ടാറുണ്ടോ ഇവിടെ? അപൂർവം. ചില വീടുകളിൽ നമ്മൾ നട്ടു നോക്കി, പക്ഷെ അത് ശരിക്ക് വന്നില്ല. അതിന് ആ സ്വാദില്ല. എൻ്റെ ഹസ്ബൻഡ് ഹരിപ്പാട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ വളരുന്ന ഈ നാട്ടുമാങ്ങ എന്ന് പറഞ്ഞാൽ ഈ പിഴിയുന്ന മാങ്ങ, അതിൻ്റെ ആ സ്വാദ്, ഇല്ലെങ്കിൽ കൊച്ചിയിൽ കിട്ടുന്ന ചന്ദ്രക്കാരൻ മാങ്ങ, അതിൻ്റെയൊക്കെ സ്വാദ് നമ്മൾ അതേ തൈ കൊണ്ടുവന്ന് വെച്ചിട്ടും ആ സ്വാദ് വരുന്നില്ല. പക്ഷെ ഇത്തവണ നല്ല ക്രോപ്പാണ് മാങ്ങ. കിട്ടിയോ ഇവിടുന്ന്? നിറച്ച് മാങ്ങ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പുറത്തുനിന്ന് കൊണ്ടുവരാം, അത് ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതാകുമ്പോൾ നമുക്കറിയാം അതിൽ വേറെ കെമിക്കൽസ് ഒന്നും ഇടുന്നില്ല, ഒന്നും ചേർക്കുന്നില്ല. പ്രിൻസസ്, ഈ വിഷുവിന് നമ്മൾ കൈനീട്ടം കൊടുക്കാറില്ലേ? പണ്ട് മഹാരാജാവ് ഉണ്ടായിരുന്ന സമയത്ത്, അമ്മ മഹാറാണി ഉണ്ടായിരുന്ന സമയത്ത് ധാരാളമായിട്ട് ആൾക്കാർ വരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉണ്ടായിരുന്നു ധാരാളം ആൾക്കാർ പണ്ട് നമ്മുടെ കൂടെ ജോലിക്ക് നിന്നിരുന്നവർ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അമ്മാവിൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് ഓൾമോസ്റ്റ് വൺ ഓഫ് ദി ഫസ്റ്റ് വാങ്ങിക്കുന്നത് രാമയ്യർ എന്ന് പറഞ്ഞ ഡ്രൈവറായിരുന്നു. രാമയ്യർ 106 വയസ്സ് വരെ ജീവിച്ചു. ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് വന്നയാളാണ്. ശ്രീമൂലം തിരുനാൾ അമ്മാവൻ ഞങ്ങളെയൊക്കെ, ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളെയും ഒക്കെ വണ്ടി കൊണ്ടുപോയിട്ടുള്ള ആളാണ്. അങ്ങനെ 4-5 തലമുറയ്ക്ക് വണ്ടി ഓടിച്ച ആളാണ്. അപ്പോൾ രാമയ്യന് അത് അന്ന് വെറുതെ രൂപയായിട്ട് കൊടുക്കില്ല, ഒരു ചെറിയ കിഴി. ഇപ്പം 5 രൂപയാണെങ്കിൽ 5 ഒറ്റ രൂപ വെച്ചൊരു ചെറിയ കിഴി മാതിരി കെട്ടി, അങ്ങനെയാണ് ഈ വിഷുക്കൈനീട്ടം കൊടുക്കുന്നത് എല്ലാവർക്കും, പുറത്തുനിന്ന് വരുന്നവർക്കും. അപ്പോൾ കുറച്ച് കിഴികളിങ്ങനെ കെട്ടി വെച്ചേക്കും. അന്നൊക്കെ ആര് വന്നാലും കൊടുക്കണം എന്നാണ്, അമ്മാവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്നാണ്. ഈ മുറി വെച്ചാണ് കൊടുക്കുന്നത്. ഒരു സാധാരണ വീട്ടിലുണ്ടായിരിക്കുന്ന പോലത്തെ ഒരു വിഷു ആഘോഷമാണ് ഇവിടെ. അതെ, സാധാരണ ഉള്ള പോലെ. പിന്നെ പുതിയ ഡ്രസ്സൊന്നുമില്ല, അതൊക്കെ ഓണത്തിനേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ കളികൾ, അതൊക്കെ ഓണത്തിനല്ലേ. ഊഞ്ഞാലിടുന്നതും വിഷുവിന് പ്രത്യേകിച്ച് അങ്ങനെ കളികളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. പിന്നെ പലപ്പോഴും വെക്കേഷൻ സമയത്താണ്. വിഷുവായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ വെക്കേഷനൊക്കെ വരാം, സമ്മർ വെക്കേഷൻ ചൂട് കൂടുമ്പം. അതെ. അപ്പോൾ അതിന് 2 വിധത്തിലുണ്ട്. പലരും നാട്ടിൽ കാണൂല, ട്രാവലിംഗ് ആയിട്ടിരിക്കും. എന്നാൽ പലരും ബന്ധുക്കളൊക്കെ വരുന്ന സമയവും. ഇപ്പോൾ ഈ വിഷുവിന് തന്നെ നമുക്ക് നമ്മുടെ കസിൻസ് വരുന്നുണ്ട് മലബാറിൽ നിന്ന്. മലബാർ സൈഡിൽ നിന്ന് അവർ വരുന്നുണ്ട്. മലബാറിൽ പ്രിൻസസ് കസിൻസ് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കണ്ണൂർ അടുത്ത്, അദ്ദേഹം ആലക്കോട് എന്നൊരു സ്ഥലം അത് ഡെവലപ്പ് ചെയ്തെടുത്ത് തിരുവിതാംകൂറിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയി അവിടെ കുടിയേറി പാർപ്പിച്ച് അവിടെ ഒക്കെ ഇപ്പോൾ ഒരു വലിയ പട്ടണമായി, ആലക്കോട് ടൗൺഷിപ്പായി. അപ്പോൾ ചേച്ചിയുടെ കുട്ടികൾ അവരൊക്കെ വരും. ഓക്കെ. പ്രിൻസസിൻ്റെ കുട്ടിക്കാലം, ആ സമയത്ത് ഈ സമ്മർ വെക്കേഷനൊക്കെ ആരൊക്കെയായിരുന്നു കളിക്കാനുണ്ടായിരുന്നത്? ഞങ്ങളുടെ കസിൻസ് കളിക്കാനുണ്ടായിരുന്നത്. ഞങ്ങളുടെ കസിൻസ് എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയുടെ 2 ബ്രദേഴ്സ്, അവരെ മക്കൾ, അവരൊക്കെ ഇവിടെയായിരുന്നു.
അതിൽ ഒരാൾ പിന്നെ ആണ് അംബിക എന്ന് പറഞ്ഞ് സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ ഇപ്പോഴത്തെ കഴിഞ്ഞ അംബികയല്ല, അതിന് മുമ്പേ ലളിതാ പത്മിനി രാഗിണി അംബിക. ആ അംബിക എൻ്റെ അമ്മൂമ്മയുടെ സഹോദരൻ്റെ മകളാണ്. അപ്പോൾ അംബികയ്ക്ക് എന്നെക്കാളും 2 വയസ്സേ കൂടുതലുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കളിച്ചാണ് വളർന്നത്. അംബിക മദ്രാസ് പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഡോക്ടർ രവികുമാരൻ, ഡോക്ടർ നന്ദകുമാർ, അവരിപ്പോഴും ശാസ്ത്രമംഗലത്തും വെള്ളയമ്പലത്തിലും ഉണ്ട്. ഡോക്ടർ രവികുമാർ ഹി വാസ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറൊക്കെ ആയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലൊക്കെ ആയിരുന്നു. ഡോക്ടർ നന്ദകുമാർ എന്ന് പറയുന്നത് പീഡിയാട്രിഷ്യനാണ്, അമ്മൂമ്മയുടെ അനിയൻ്റെ മക്കളാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഞങ്ങളുടെ കളിക്കൂട്ടുകാർ. ഞങ്ങൾ കൊച്ചു നാടകങ്ങൾ, അങ്ങനെ കൊച്ചു പെർഫോമൻസസൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ ഓടിക്കളിക്കാൻ. അപ്പോൾ അങ്ങനെ മുറ്റത്തോടി കളിക്കാൻ, ഒളിച്ച് കളിക്കാൻ, അതിനൊക്കെ ധാരാളം സൗകര്യങ്ങളുണ്ട്. ഇവരായിരുന്നു സ്ഥിരം കമ്പാനിയൻസ്. ഇവിടെ മൊത്തം 3 കുട്ടികളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതെ. ഇതിനകത്ത് ഏറ്റവും കുസൃതി ഉള്ളതാരായിരുന്നു? അയ്യോ, അങ്ങനെ പറയാൻ നിവൃത്തിയില്ല. പ്രോബ്ലി ഞങ്ങൾ എല്ലാവർക്കും ആവശ്യത്തിന് കുസൃതികൾ തോന്നി വന്നുകൊണ്ടിരുന്നു. അത് ഞങ്ങളുടെ ഈ കുസൃതികളൊക്കെ എൻകറേജ് ചെയ്യുന്ന ആരായിരുന്നു അറിയാമോ? വല്യമ്മാവൻ. എന്ത് വേണമെങ്കിലും അമ്മാവൻ്റെ അടുത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സുപ്രീം കോർട്ടാണ്, ഒരു രക്ഷയുണ്ട്. അപ്പോൾ അമ്മ പറയും ആഹാരത്തിന് ഇടയ്ക്ക് ചോക്ലേറ്റ് തിന്നാൻ പാടില്ല. ഇതൊക്കെ അമ്മ വളരെ സ്ട്രിക്റ്റായിരുന്നു. ഞങ്ങളുടെ അപ്ബ്രിങ്ങിങ് വളരെ സ്ട്രിക്റ്റായിരുന്നു. അത് ഇന്ന സമയത്ത് ഇന്നത് അങ്ങനെയായിരുന്നു. അമ്മാവൻ അങ്ങനെയല്ല. അപ്പോൾ ഞങ്ങൾ വരും, അമ്മാവൻ്റെ അടുത്ത് ഒരു മുട്ടായി തരണേ, ഉടനെ ഞങ്ങൾക്ക് തരും. ഇല്ലെങ്കിൽ ഒരു പുസ്തകം വാങ്ങിച്ചു തരണേ, ഹി വിൽ ഡു ദാറ്റ്. അമ്മാവന് കുട്ടികളുടെ അടുത്ത് വലിയ സ്നേഹമായിരുന്നു. അത് നമ്മുടെ കുട്ടികളായപ്പോൾ കുറച്ചുകൂടെ ഞങ്ങളെക്കാട്ടിലും അവർക്കൊരു ലിബേർട്ടി ഉണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന അമ്മ മഹാറാണിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ മഹാറാണി അമ്മൂമ്മയായി കഴിഞ്ഞപ്പോൾ ഈ സ്ട്രിക്ട്നെസ് കുറഞ്ഞോ കൂടിയോ? അത് അങ്ങനെ അമ്മൂമ്മ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് ഇരുന്നിട്ടില്ല. അമ്മയ്ക്കൊരു ചിട്ടയുണ്ടായിരുന്നു, എല്ലാവർക്കും ഒരു ചിട്ടയായിരുന്നു. പക്ഷേ ഐ തിങ്ക് എൻ്റെ അമ്മയായിരുന്നു ഏറ്റവും സ്ട്രിക്റ്റ്. ബിക്കോസ് അമ്മയല്ലേ ഡയറക്റ്റ് അപ്ബ്രിങ്ങിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇപ്പം കാലത്ത് എണീച്ച് കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ആരും കാപ്പി ചായ ഒന്നുമില്ല. എല്ലാവരും കുളിച്ച് തേവാരം കഴിഞ്ഞ് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ ആഹാരം. അപ്പം നമുക്ക് വി നെവർ മിസ്ഡ് ഇറ്റ്. അപ്പം നമ്മളങ്ങനെയാണ് വളർന്നത്. ഇടയ്ക്കുള്ള ആഹാരങ്ങളൊന്നും തരില്ല. ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നു എന്നാൽ ഉടനെ എടുത്ത് വായിലിടാനായിട്ട് അങ്ങനെയൊന്നും നമ്മൾ തരില്ല. എല്ലാം വളരെ സ്ട്രിക്റ്റാണ്. പിന്നെ ടീച്ചേഴ്സ് വരുമ്പോൾ, ഇപ്പോൾ ടീച്ചർ വരുന്ന ലെറ്റസ് 9 മണിക്കാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ 9 അടിക്കാൻ 10 മിനിറ്റുള്ളപ്പം ക്ലാസ് റൂമിൽ പോയി നമ്മളിരിക്കണം. അല്ലാതെ ടീച്ചർ വന്നിട്ട് നമ്മൾ പോകുന്ന പ്രശ്നമേ ഇല്ല. അപ്പം അതുമാതിരി ആരെങ്കിലും കാണാൻ വരുന്നു എന്ന് വെച്ചാൽ, ഇപ്പം 10 മണിക്കാണ് വരുന്നതെന്ന് വെച്ചാൽ അമ്മാവിനൂടെ 9:55 ഈ റൂമിൽ വരും. നമ്മൾ അതിഥി ദേവോ ഭവ, നമ്മുടെ അതിഥിയെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ അവർ വരുന്നതിന് മുമ്പേ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. പക്ഷേ ഈ കുഴപ്പമെന്ന് അറിയാമോ, ഈ അതിഥികൾ വളരെ നേരത്തെ വരും. തമ്പുരാൻ വരുന്നതിന് മുമ്പേ നമ്മളെത്തണം എന്നും പറഞ്ഞുകൊണ്ട് അവർ വളരെ നേരത്തെ കൊടുക്കാൻ കോമ്പറ്റീഷനാണ്. പക്ഷേ നമ്മളവരോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് വളരെ നേരത്തെ വരല്ലേ, വന്നാൽ അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടാണ്.